Hi students, welcome to your new class. In the class നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 11 ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്സ് ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഒന്നാമത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഫേസ്ബുക്കാണ്. അപ്പോൾ ആ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. 2004 മാർക്ക് സൂക്കർബർഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ എല്ലാവരും പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. വളരെ എക്സ്റ്റെൻസീവ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇൻട്രാക്ഷൻസിനും ബിസിനസ് എൻഗേജ്മെൻറ്റ്സിനും ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ എഴുതാവുന്ന. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്രാൻഡ് പേജസ് ആണ്, അഡ്വർടൈസിങ്സ് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ്സുകളുണ്ട്, ഈവൻസുകൾ നമുക്ക് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെയാണ് എക്സ് എന്ന് പറയുന്നത്, ഫോർമർ നെയിം ഓഫ് ട്വിറ്റർ. 2006 2023 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ആദ്യത്തെ പേര് എക്സ് എന്നുള്ള പേരിലാണ്. എക്സ് ഫോർമർലി നോൺ ആസ് ട്വിറ്റർ. ആദ്യം നമുക്ക് ട്വിറ്റർ ആയിരുന്നു, ഇപ്പോഴാണ് എക്സ് എന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസാണ് വേൾഡിലെ തന്നെ. ആൻഡ് റാങ്കിങ് 7th മോസ്റ്റ് വിസിറ്റഡ് വേൾഡ് വൈഡ്. ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും ആളുകൾ അധികം വിസിറ്റ് ചെയ്യുന്ന, റാങ്ക് ചെയ്യുമ്പം 7ാമത്തെ പ്ലാറ്റ്ഫോമായിട്ടാണ് എക്സ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് എലോൺ മസ്ക് ആണ് എൻവിഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എക്സിൻ്റെ എയിം എന്ന് പറയുന്നത് ഇവോൾവ് ഇൻ ടു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് എവ്രിതിങ് ആപ്പ് എന്ന പേരിലാണ്. ബിക്കെയിം ദ CEO ലിൻഡ കാരിനോ ആണ് ഇതിൻ്റെ CEO എക്സിൻ്റെ. അത് ഇതൊക്കെ ഒന്ന് പഠിച്ചോളൂ കേട്ടോ. ജൂൺ 2023 ഓൺ ജൂലൈ 23 എക്സ് അൺവീൽ ചെയ്തു. പുതിയ കസ്റ്റം ലോഗോ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. കാരണം ഇപ്പോൾ പുതിയതായിട്ട് ട്വിറ്ററിൻ്റെ പുതിയ ഫോം ആയതുകൊണ്ട് നമുക്കത് കുറച്ച് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും. ഷെയറിങ് ന്യൂസും അപ്ഡേറ്റും അനൗൺസ്മെൻറ്റ്സും ഒക്കെ ക്വിക്കായിട്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, #ടാഗ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. മൂന്നാമത്തെ നമുക്കറിയാലോ ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. അത് വളരെ ഫ്രീ ഫോട്ടോ ആൻഡ് വീഡിയോ ഷെയറിങ് ആപ്പാണ്. ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യാൻ, കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരുപാട് ഫോളോവേഴ്സിലേക്ക് എത്തിക്കാനും സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ എൻഗേജ് ചെയ്യിക്കാനും വ്യൂ, കമൻറ്റ്, ലൈക്ക് അങ്ങനെയുള്ള കാര്യം, പോസ്റ്റുകൾ അതൊക്കെ നമുക്ക് സാധ്യമാണ് ഇതിലൂടെ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ ആരാണ് ഫൗണ്ടർ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇൻസ്റ്റ എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് അല്ലേ, വളരെ ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ ഷെയർ ചെയ്യാൻ, വീഡിയോസും അതേപോലെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസും സർവീസുകളും ബ്രാൻഡ് പേഴ്സണാലിറ്റിയും ഒക്കെ നമുക്ക് പറ്റും ഇതിലൂടെ. സ്റ്റോറീസും റീൽസും ഇടാൻ പറ്റും. ഷോപ്പിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. 2003 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കും അതേപോലെ ബിസിനസ് ബിൽഡ് ചെയ്യാനും, നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് മറ്റുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. ആൻഡ് പുതിയ ബിസിനസ്സുകൾ, ആശയങ്ങൾ, റിക്രൂട്ടിംഗ് ടൂൾസ് അതൊക്കെ നമുക്കിതിലൂടെ സാധ്യമാണെന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ടും പ്രൊഫഷണൽസിനെ കണക്ട് ചെയ്യാനും ആ ഒരു ഇൻഡസ്ട്രിയുടെ ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യാനും ആൻഡ് അഡ്വാൻസ് ചെയ്യാൻ, അവരുടെ കരിയറിനെ അഡ്വാൻസ് ചെയ്യാനൊക്കെയാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് B2B മാർക്കറ്റിംഗ് ആണ്, ബിസിനസ് ടു ബിസിനസ് ആണ് പ്രധാനമായിട്ടും. ഇൻഡസ്ട്രി ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യുക, വൈറ്റ് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ് ടു അട്രാക്ട് ബിസിനസ് ക്ലയൻസിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിംഗ് സാധ്യമാണ്. ആൻഡ് റിക്രൂട്ട്മെൻറ്റുകൾ ഇതുവഴി നമുക്ക് ജോബ് ഓപ്പണിങ്സ്, അപ്പോൾ ഒരു പുതിയതായി ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൽ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഇനി അഞ്ചാമത്തെ ടൈപ്പാണ് സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത്. 2011 ഇത് വന്നിരിക്കുന്നത്. മൾട്ടിമീഡിയ മെസ്സേജിങ് ആപ്ലിക്കേഷൻ തന്നെയാണ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ. ഈ ഒരു ആപ്പ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫീച്ചേഴ്സാണ് ഈ സ്നാപ്ചാറ്റിൻ്റെ പ്രത്യേകത. അതും പ്രത്യേകിച്ച് യങ് യൂസേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. സ്നാപ്ചാറ്റ്സ് മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്നാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ദാറ്റ് ക്യാൻ സെൻഡ് ടു ഫ്രണ്ട്സ് ആൻഡ് ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ വ്യൂയിങ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു വട്ടം നമ്മൾ കാണാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു, കണ്ടു കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവുന്നു കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റേഴ്സ് ഇടാൻ പറ്റും, ടെക്സ്റ്റ്, ഡ്രോയിങ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. യൂസേഴ്സ് ക്യാൻ കമ്പൈൽ ഫോട്ടോസ് ഇൻ ടു സ്റ്റോറി ടു ദെയർ ഫ്രണ്ട്സ്. ആൻഡ് സ്റ്റോറി നമുക്ക് ഇടാൻ പറ്റും. 24 hours ആയിരിക്കും അതിനുള്ള സമയം എന്ന് പറയുന്നത്. മാക്സിമം 24 hours വരെയാണ് അതെല്ലാവർക്കും വിസിബിൾ ആയിരിക്കുക.
ഈ ഒരു ഫീച്ചേഴ്സ് മോർ നെറേറ്റീവ് ആണ്, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ അലൗ ചെയ്യുന്നുണ്ട്. വോയിസ് ആൻഡ് വീഡിയോ കോൾസ് പറ്റും, ആൻഡ് റിയൽ ടൈം ഫോൺ കോൺവെർസേഷൻ ഒക്കെ സ്നാപ്ചാറ്റിലൂടെ പറ്റുന്നുണ്ട്. അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എഫെമറൽ കണ്ടന്റ് ആണ്, അതായത് വളരെ ടെമ്പററി ആയിട്ട് കണ്ടന്റ് ഷെയർ ചെയ്യാൻ, പ്രത്യേകിച്ച് മാക്സിമം ടൈം എന്ന് പറയുന്നത് 24 hours, ഒരു ദിവസത്തേക്ക് അതുവരേക്കുള്ള കണ്ടന്റ് ആണ് അതിൽ ഷെയർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ജിയോ ഫിൽറ്റേഴ്സ്, ലെൻസസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. സ്റ്റോറീസ് ഇടാൻ പറ്റും, ആൻഡ് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്നാപ്ചാറ്റിൻ്റെ പ്രത്യേകത. ഇനി ആറാമത്തെ ആണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഇമേജ് ഷെയറിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ സർവീസ് ഹെഡ് ക്വാർട്ടേഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോയിൽ ലോഞ്ച് ചെയ്ത് 2010 ബെൻ സിൽബർമാൻ ആണ് ലോഞ്ച് ചെയ്തത് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവാൻ ഷാർപ്പ് ആൻഡ് പൗൾ സിയാറ അവരാണ് എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങിയൊരു ഇതാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ട്രഡീഷണൽ സോഷ്യൽ പ്ലാറ്റ്ഫോമിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതൽ വിഷ്വൽ കണ്ടന്റും വിഷ്വൽ കണ്ടന്റ് ഡിസ്കവറിക്കും ഇൻസ്പിറേഷനും കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. യൂസേഴ്സിന് ഇതിൽ കാണുന്ന ഓരോ ഇമേജുകളെയൊക്കെ സേവ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാനും വീഡിയോസൊക്കെ ബൈ പിന്നിങ് ദം ടു തീംഡ് കളക്ഷൻസ് കോൾഡ് ബോർഡ്. നമുക്കിതെല്ലാം ഓരോ കളക്ഷനായി കൂട്ടി വെച്ച് അതിന് ബോർഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വിത്ത് എ യൂസർ ബേസ് എക്സീഡിങ് 450 million മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് ഇതിലാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് ഇത് ഫേമസ് ആയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ ഫോസ്റ്റർ ചെയ്യാൻ, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്, DIY പ്രോജക്റ്റുകൾ, റെസിപ്റ്റ്സ്, ഫാഷൻ, ഹോം ഡെക്കർ, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽ ഡിസ്കവറിയാണ്. നമുക്ക് ഷെയറിങ് ആൻഡ് ഡിസ്കവറിങ് ഐഡിയാസ് ത്രൂ പിൻസ് ആൻഡ് ബോർഡ്സിലൂടെ നമുക്കിത് കണ്ടെത്താം. പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാം. DIYയും ഹൗ ടു ഗൈഡ്, എങ്ങനെയാണ് ആ കാര്യത്തിലേക്ക് എത്തേണ്ടത്, ട്യൂട്ടോറിയൽസ് ഒക്കെ ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക. ട്രാഫിക് ജനറേഷൻസ്, ഡ്രൈവിംഗ് ട്രാഫിക് ടു വെബ്സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സ് ത്രൂ പിൻഡ് ഇമേജസ്. ഇത്രയാണ് പിൻട്രസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഏഴാമത്തെയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അതും നമുക്ക് ഓൾറെഡി നമ്മളെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ ഇത്രയും കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. യൂസേഴ്സിന് അപ്ലോഡ് ചെയ്യാൻ വീഡിയോസ്, അത് കാണാൻ, അത് റേറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കും. അതുവഴി നമുക്ക് ഓരോ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നു. 2005 സ്റ്റീവ് ചെൻ ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചാഡ് ഹേർലി ആൻഡ് ജാവേദ് കരീം, ഈ 3 പേര് ചേർന്നിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് ഹാസ് ബിക്കം ലാർജസ്റ്റ് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് സെക്കൻഡ് മോസ്റ്റ് വിസിറ്റഡ് വെബ്സൈറ്റ്. നമ്മളിപ്പോൾ നേരത്തെ ഏതാ പറഞ്ഞത്, ഇൻസ്റ്റയാണോ, എക്സ് അല്ലെ, ട്വിറ്റർ റാങ്കിങ്ങിൽ 7th ആണ്, പക്ഷേ യൂട്യൂബ് റാങ്കിങ്ങിൽ 2nd പ്ലേസിലാണ് എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്, സെക്കൻഡ് മോസ്റ്റ് വിസിറ്റഡ് വെബ്സൈറ്റ് ഗ്ലോബലി. ഗൂഗിളിന് ശേഷം പിന്നുള്ളത് യൂട്യൂബാണ്. വൈഡ് റേഞ്ച് ഓഫ് കണ്ടന്റുകളുണ്ട്, മ്യൂസിക് വീഡിയോസ്, വ്ളോഗ്, ട്യൂട്ടോറിയൽ, ഡോക്യുമെൻ്ററീസ്, എൻ്റർടൈൻമെൻറ്റ് ഷോസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വീഡിയോ കണ്ടന്റുകളാണ്. നമുക്ക് വീഡിയോസ് എഡ്യൂക്കേഷന്, എൻ്റർടൈൻമെൻറ്റ്, ഇൻഫർമേഷനൊക്കെ വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. വ്ളോഗിംഗ് ഉണ്ട്, അതായത് പേഴ്സണൽ ഓർ ബ്രാൻഡ് പ്രസൻസ്, റെഗുലറായിട്ട് വീഡിയോ ബ്ലോഗ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഇൻസ്ട്രക്ഷണൽസും ഗൈഡ്സും ഒക്കെ കിട്ടും. അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, ഓരോ വീഡിയോ നമ്മൾ റൺ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കുറേ അഡ്വർടൈസ്മെൻറ്റിലൊരു ചാൻസ് അവിടെ വരുന്നുണ്ട്. ഇതാണ് 7ാമത്തെ പോയിന്റ്. 8ാമത്തെയാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. ടിക്ടോക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു. മെയിനായിട്ട് ഷോർട്ട് ഫോമിലുള്ള വീഡിയോ കണ്ടന്റിനാണ് പ്രൊമോട്ട് ചെയ്തത്. വൈറൽ ട്രെൻഡ്സുകൾ, ചലഞ്ചസ്, ക്രിയേറ്റീവ് വീഡിയോസ് ഇതൊക്കെയാണ് വരുന്നത്. ഇൻ്റർനാഷണലി ലോഞ്ച് ചെയ്ത് 2017 അതിൻ്റെ ഫൗണ്ടേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഗെയിൻഡ് പോപ്പുലാരിറ്റി എമംഗ് യൂസേഴ്സ്, ഫോർ യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു, ഒരുപാട് പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഷെയർ വീഡിയോസ് റേഞ്ചിങ് ഫ്രം 15 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് മാത്രമേ ടിക്ടോക്കിൽ പറ്റുള്ളൂ. ആൻഡ് ഇത് ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തത് 2020 ജൂൺ 29 അപ്പോൾ ഇതിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് വൈറൽ കണ്ടന്റുകളാണ്, ഷോർട്സുകൾ ഉണ്ടാക്കുക ആൻഡ് ക്യാച്ചി വീഡിയോസ്, പെട്ടെന്ന് അത് ക്വിക്കായിട്ട് വൈറലാവുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. ചലഞ്ചസ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്രിയേറ്റിംഗ് ചലഞ്ചസ് ടു എൻഗേജ്, നമ്മുടെ യൂസേഴ്സിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഓരോ ചലഞ്ചിങ് ആയിട്ടുള്ള ക്രിയേറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. മ്യൂസിക് ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ഒപ്പം തന്നെ പോപ്പുലർ മ്യൂസിക് ട്രാക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് കൊളാബറേറ്റ് ചെയ്യാൻ ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യായിരുന്നു.
ഇതാണ് ടിക്ടോക്ക്. ഇനി 9ാമത്തെയാണ് നമ്മളെപ്പോഴും എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് എന്ന് പറയുന്നത്. ഇതൊരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിലൂടെ നമുക്ക് യൂസേഴ്സിന് ടെക്സ്റ്റ് ആൻഡ് വോയിസ് മെസ്സേജുകൾ ഷെയർ ചെയ്യാം. വോയിസും വീഡിയോ കോളും സാധ്യമാണ്. ഷെയർ മീഡിയ ഫയൽസ് ഷെയർ ചെയ്യുക, ഫോട്ടോസ് വീഡിയോസും ഒക്കെ. ഇനീഷ്യലി അത് 2009 ജാൻ കൗമും ബ്രയാൻ ആക്ടനും കൂടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. വാട്സപ്പ് പിന്നീട് അറിയപ്പെട്ടത് വളരെ സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വരുന്നുണ്ട്. ആൻഡ് ക്രോസ് പ്ലാറ്റ്ഫോംസ് കമ്പാറ്റബിലിറ്റി മേക്കിംഗ് പോപ്പുലർ എമംഗ് യൂസേഴ്സ് ഗ്ലോബലി. 2014 വാട്സാപ്പ് അക്വയർ ചെയ്തു, ഫേസ്ബുക്ക് അക്വയർ ചെയ്തു. ഇപ്പോൾ അത് നൗ മെറ്റ എന്നുള്ള പേരിലാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫോൺ എടുക്കുന്ന സമയത്ത് വാട്സാപ്പിൽ മെറ്റ എന്നുള്ള വേർഡാണ് അവിടെ കാണുന്നത്. ഫർദർ എക്സ്പാൻഡിങ് ഇറ്റ്സ് യൂസർ ബേസ് ആൻഡ് ഫീച്ചേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കസ്റ്റമർ സപ്പോർട്ടാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റുകളുണ്ട്, ബിസിനസ് API ഉണ്ട്. ഇതെല്ലാം വാട്സാപ്പിൻ്റെ പ്രത്യേകതകളാണ്. ആൻഡ് 10ാമത്തെ പോയിൻ്റാണ് ടെലഗ്രാം. അതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജിങ് ആപ്ലിക്കേഷൻ തന്നെയാണ്. വളരെ സ്പീഡ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയാണ് ഇതിലുള്ളത്. 2013 ലോഞ്ച് ചെയ്തത്. പാവൽ ഡുറോവ് ആൻഡ് ഹിസ് ബ്രദർ നിക്കോളായ്. ടെലഗ്രാം ഹാസ് ബിക്കം പോപ്പുലർ പ്ലാറ്റ്ഫോം ഫോർ മെസ്സേജിങ്. ഇതിനൊക്കെയാണ് മെസ്സേജ്, വോയിസ് കോൾ, വീഡിയോ കോൾ ആൻഡ് ഫയൽ ഷെയറിംഗ്. ഇറ്റ് ഓഫേഴ്സ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആൻഡ് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് മെസ്സേജസ് ആൻഡ് എക്സ്റ്റെൻസീവ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്. അതാണ് ടെലഗ്രാമിൻ്റെ പ്രത്യേകത. അതിൻ്റെ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചാനൽസ് ഉണ്ട്, അപ്ഡേറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാനും മെസ്സേജ് സെൻഡ് ചെയ്യാനും. ഒരു ലാർജ് ഓഡിയൻസിന് ഈ ഒരൊറ്റ ചാനലിലൂടെ നമുക്ക് ഒരേ സമയം മെസ്സേജസ് സെൻഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ഗ്രൂപ്പ്സ് ഉണ്ട് ഇതിൽ, കാരണം ഫെസിലിറ്റേറ്റ് ഡിസ്കഷനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വിത്ത് ലാർജ് ഗ്രൂപ്പ് ചാറ്റ്സ് ഉണ്ട്. സെക്യൂരിറ്റി ഓഫറിംഗ് സെക്യൂർ കമ്മ്യൂണിക്കേഷനാണ് വിത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആൻഡ് സീക്രട്ട് ചാറ്റിനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും സെർവ് ചെയ്യുന്നത് പലതരത്തിലുള്ള പർപ്പസുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് പ്രിഫറൻസിനനുസരിച്ച്, ഓഡിയൻസിന് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. അതിൻ്റെ ഓരോ യൂണീക്ക് ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ 10 പോയിന്റുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റ, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ്, യൂട്യൂബ്, ടിക്ടോക്ക്, വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം. ബിസിനസ് ക്യാൻ ടൈലർ ദെയർ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ് ടു മാക്സിമൈസ് എൻഗേജ്മെൻറ്റ്. മാക്സിമം ആളുകളിലേക്ക് റീച്ച് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുക, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, അങ്ങനെ എല്ലാവരിലേക്കും റീച്ച് ചെയ്യാനും അതിനെ വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമുകളാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രൈമറി ഫംഗ്ഷൻ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയുടെ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ. കണ്ടന്റ് എങ്ങനെയാണ് ടിക്ടോക്കിൽ ഒരു കണ്ടന്റ് ഇത്രയും പെട്ടെന്ന് വൈറലായി പോകുന്നത്. ആൻഡ് സ്നാപ്ചാറ്റിലെ ഡിഫറെൻറ്റ് ഫോംസ്, സ്നാപ്ചാറ്റ് എങ്ങനെയാണ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. ആൻഡ് ലിങ്ക്ഡിൻ്റെ 2 യൂസസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പിൻട്രസ്റ്റിൻ്റെ എങ്ങനെയാണ് പിൻട്രസ്റ്റ് മറ്റുള്ള ആളുകൾക്ക് കണ്ടന്റ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. ബിസിനസ്സിന് എങ്ങനെ വാട്സപ്പ് യൂസ് ചെയ്യാം. ആൻഡ് ടെലഗ്രാമിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് സെക്യൂരിറ്റി ഫീച്ചർ എന്താണെന്നുള്ളത്. പിന്നെ എക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത്രയാണ് 2 മാർക്സിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഷോർട്ടസ്റ്റ് വെച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് യൂസ് ഓഫ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യാം. പിന്നെ വാട്സാപ്പിനെ കുറിച്ചുള്ള അതിൻ്റെ യൂസസ് ഡിസ്കസ് ചെയ്യാം. ലിങ്ക്ഡിനെ കുറിച്ച് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് അത് ഹെൽപ്ഫുൾ ആവുന്നത് ചോദിക്കാം. ഫീച്ചേഴ്സ് എന്താ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ബെനിഫിറ്റ് എന്താ, അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം കൊണ്ട് ഒരു ബിസിനസ്സിനുള്ള ബെനിഫിറ്റ് എന്താണ്. പിന്നെ ലിങ്ക്ഡിൻ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്, ബിസിനസ് ഗ്രോത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ യൂസസിനെ കുറിച്ച്. പിന്നെ എസ്സേ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ശരിക്കും ഒറ്റ എസ്സേ ഇവിടെ വരുന്നുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. എന്ത് മാത്രമേ ഉള്ളൂ, ഈ 10 പോയിന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. 10 പ്ലാറ്റ്ഫോമുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. ഓക്കെ, അത് കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ എസ്സേ എന്ന് പറയുന്നത്. കണ്ടന്റ് ക്രിയേഷൻ സോഷ്യൽ മീഡിയയിൽ, മീഡിയ മാർക്കറ്റിങ്ങിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ടൂൾസ് ഏതാ ചോദിച്ചിട്ടുണ്ട്. വേരിയസ് ടൈപ്സ് ഏതാ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ആൻസർ ഈ 10 പോയിന്റുകൾ തന്നെയുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി എല്ലാവർക്കും ഈസി ആവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഒന്ന് ഓവറോൾ നോക്കി പോവാം. ഫേസ്ബുക്ക് യൂസസ്, എക്സ് അതിൻ്റെ യൂസസ്, ഇൻസ്റ്റ അതിൻ്റെ യൂസസ്, അതേപോലെ തന്നെ ലിങ്ക്ഡിൻ അതിൻ്റെ യൂസസ്, സ്നാപ്ചാറ്റ് അതിൻ്റെ യൂസസ്, പിൻട്രസ്റ്റ് എന്താണ് അതിൻ്റെ യൂസസ്, യൂട്യൂബ് എന്താണ് അതിൻ്റെ യൂസസ്, ടിക്ടോക്ക് അതിൻ്റെ യൂസസ്, വാട്സാപ്പ്
ആൻഡ് ലാസ്റ്റ് ടെലഗ്രാം. ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 2 ഇവിടെ കംപ്ലീറ്റ് ആയി 4 ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ തന്നെ ബാക്കിയുള്ള 4 ചാപ്റ്ററും കൂടി മൊഡ്യൂൾ 3യുടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.